ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ശക്തമായ ഇടിവാണ് അന്ന് കണ്ടത്. പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയിരുന്നില്ല. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ US സന്ദർശനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയും US-ഉമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നു. നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി 31 MQ-9B ഡ്രോണുകൾ US-ൽ നിന്നും വാങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നു. ഇത് ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇൻഡോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂടിൽ ഇന്ത്യ ചേരുന്നു. ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് സെക്ടറുകളും സ്റ്റോക്കുകളും ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തതായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക്കലി വലിയ ട്രെൻഡുകളൊന്നുമില്ലെങ്കിലും ആഗോള ട്രെൻഡുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളെ നയിക്കുന്നത്. ഇപ്പോൾ കാര്യമായ വിദേശ നിക്ഷേപ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. FIIs കഴിഞ്ഞ ആഴ്ച 14,000 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപം നടത്തി. ഇത് ശക്തമായ വിപണി റാലിക്ക് കാരണവുമായി. US-ൽ ഫെഡറൽ റിസർവ് നിരക്ക് കുറച്ചത് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് വിപണിയിൽ കൂടുതൽ ഉണർവ് നൽകിയത്. ഏതായാലും ഷോർട്ട് ടേമിലേക്ക് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് അടക്കമുള്ള എമർജിംഗ് മാർക്കറ്റുകൾ ബുള്ളിഷായി തന്നെയാണ് കാണപ്പെടുന്നത്. ഇതുകൂടാതെ US മാക്രോ എക്കണോമിക് ഡാറ്റ, FIIs-ന്റെ ഇൻഫ്ലോസ്, ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങൾ, രൂപയുടെ വ്യത്യാസങ്ങൾ എന്നിവയാണ് വിപണിയെ ഇനി വരുന്ന ആഴ്ചയിൽ സ്വാധീനിക്കുക. മറ്റൊരു പോസിറ്റീവായ വാർത്തയുള്ളത് ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ചതാണ്. ഇന്ത്യ US-ഉമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നു. നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് 31 MQ-9B ഡ്രോണുകൾ വാങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നു. ഇതിൽ 16 സ്കൈ ഗാർഡിയനും 15 സീ ഗാർഡിയനുമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിയെ പ്രതിരോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ഹാർഡ്വെയർ കൈമാറ്റം വർദ്ധിപ്പിക്കുന്നതിൽ US പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മതിക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് HAL, ഡൈനാമിക് ടെക്, തനീജ എയറോസ്പേസ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിൽ ശുദ്ധമായ ഊർജ്ജവും ന്യായമായ ബിസിനസ് രീതികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്കിൻ്റെ ഭാഗത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചു എന്നൊരു സുപ്രധാനമായിട്ടുള്ള വാർത്തയുണ്ട്. ആദ്യം സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച സപ്ലൈ ചെയിൻ കരാറിന്റെ ഭാഗമാണ് ഇന്ത്യ. അടുത്തതായി ക്ലീൻ എനർജിയാണ്. ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതും ഫോസിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനും ചെറുകിട വ്യവസായികളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കാനും ഇന്ത്യ സമ്മതിച്ചു. ബിസിനസ് കൂടുതൽ സുതാര്യമാക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാടുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധവുമാണ്. ഏതായാലും ഈ ഒരു വാർത്ത റിന്യൂവബിൾ എനർജി സെഗ്മെന്റിലുള്ള കമ്പനികൾക്കും MSMEകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗ്രീൻ ടെക്നോളജി, മാനുഫാക്ചറിംഗ്, ഫിനാൻഷ്യൽ തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം അലൈഡ് ബ്ലെൻഡേഴ്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ എല്ലാ കടങ്ങളും തീർത്തതിന് ശേഷം നടപ്പ് സാമ്പത്തിക വർഷം വരുമാനത്തിൽ ഇരട്ടക്ക വളർച്ചയാണ് ലക്ഷ്യമിടുന്നതെന്ന് MD അലോക് ഗുപ്ത അറിയിച്ചിരിക്കുന്നു. അടുത്തത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. കമ്പനി ഔറംഗബാദിലെ MFG സൗകര്യങ്ങൾക്കായി US FDA നിരീക്ഷണങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്ന് കമ്പനി അറിയിച്ചു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അടുത്തത് ജൂപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കമ്പനി അതിൻ്റെ വീൽ സെറ്റ് ബിസിനസ്സിൽ നിന്ന് 3,000 മുതൽ 4,000 കോടി രൂപ വരെ വരുമാനം 2027 അവസാനത്തോടെ കൈവരിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. അടുത്തത് സ്പൈസ് ജെറ്റ് ആണ്. 3,000 കോടി രൂപ സമാഹരിക്കുന്നതിന് 61.60 രൂപ ഷെയർ വിലയിൽ 48.7 കോടി ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് കാംധേനു എന്ന കമ്പനിയാണ്. മാ കുദർ ഗർഹി പവറിൽ 117.2 മില്യൺ രൂപ കമ്പനി നിക്ഷേപിച്ചിരിക്കുന്നു. അടുത്തത് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയാണ്. കമ്പനിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നൽകുന്നതിനായിട്ട് വോഡാഫോൺ ഐഡിയ ഒരു കോൺഫറൻസ് കോൾ നടത്തുന്നതായി സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2:30 മുതൽ 3 മണി വരെ നടക്കുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ഇന്ന് രാവിലെ 11:30 മുതൽ ഉണ്ടായിരിക്കും. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെഷൻ ആരും മിസ്സാക്കാതിരിക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളെയും ഇന്ത്യൻ മാർക്കറ്റുകളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആഴ്ച തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകൾ പുറത്തു വന്ന ആഴ്ച കൂടിയായിരുന്നു. ഈ ആഴ്ചയും അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ ഉള്ള ആഴ്ച തന്നെയാണ്. തിങ്കളാഴ്ച സെപ്റ്റംബർ 23-ന് HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുന്നത്. സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച ജപ്പാൻ മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ച സെപ്റ്റംബർ 25-ന് EAI ക്രൂഡ് ഓയിൽ സ്റ്റോക്സ് ചേഞ്ച് ഡാറ്റ പുറത്തു വരും. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ജപ്പാൻ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് ആണ് പുറത്തു വരുന്നത്. അന്നേ ദിവസം തന്നെ ECB ജനറൽ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് അന്നേ ദിവസം വ്യാഴാഴ്ച തന്നെയാണ്. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച യൂറോസോൺ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും പുറത്തു വരും. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. US ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം US മാർക്കറ്റുകൾ ഉയർന്നതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റുകളും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. എല്ലാ സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് 54 ട്രേഡിംഗ് ദിവസങ്ങൾക്ക് ശേഷം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ICICI ബാങ്ക് 4% ഉയർന്ന് ഏറ്റവും വലിയ ബാങ്ക് നിഫ്റ്റിയിലെ കോൺട്രിബ്യൂട്ടറായി മാറി. സ്റ്റോക്കുകളിൽ IIFL ഫിനാൻസ് RBI ഗോൾഡ് ലോൺ ബിസിനസ് ബാൻ ലിഫ്റ്റ് ചെയ്തതോടെ സ്റ്റോക്ക് 7% ഉയർന്നു. ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കുകളായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ 10% ഉയർന്നു. നിഫ്റ്റി 50-ൽ JSW സ്റ്റീൽ, ഐഷർ മോട്ടോഴ്സ് എന്നിവ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. CDSL തുടർച്ചയായ 8ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ITD സിമന്റേഷൻ 20% അപ്പർ സർക്യൂട്ടിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് 25,790-ൽ 375 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഇതോടെ റൈസിംഗ് ചാനലിന്റെ അപ്പർ എൻഡ് ബ്രീച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. നിഫ്റ്റിയിൽ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ ഒരു ഫ്ലാഗ് ആൻഡ് പെൻ ആൻഡ് പാറ്റേണിന് ഒരു ബ്രേക്ക്ഔട്ടും ഇന്നലെ ലഭിച്ച് അതിന്റെ ടാർഗറ്റും ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഏതായാലും നിഫ്റ്റി ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണുള്ളത്. അപ്സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലെവലായി ഇപ്പോൾ കാണുന്നത് 26,000 തന്നെയാണ്. 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,500 മുതൽ 25,450 വരെയുള്ള ലെവലുമാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ പോസിറ്റിവിറ്റി തന്നെയാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതായത് ആദ്യത്തെ നമ്മൾ പറഞ്ഞ സൈക്കോളജിക്കൽ ലെവലും 26,000 തന്നെയാണ്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ സ്ട്രൈക്ക് കോൾ സൈഡിൽ 26,500 അതിനുശേഷം 25,800 സ്ട്രൈക്കും. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 25,800 എന്ന സ്ട്രൈക്കിൽ 1,728% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണത്. എന്നാൽ വെറും 4% മാത്രം വർധനമാണ് കോൾ സൈഡിലുള്ളത്. വളരെ ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. 25,750 സ്ട്രൈക്കിൽ 999% വർധനമാണ് കാണുന്നത്. ഒരു ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 45% വർധനവ് കോൾ സൈഡിൽ ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 25,850 സ്ട്രൈക്കിൽ 3,562% വളരെ ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് ഉണ്ട്. എന്നാൽ 21% മാത്രം വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,793-ൽ 755 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് റൗണ്ടിംഗ് ബോട്ടം പാറ്റേണിന് ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഓവറോൾ വളരെ ശക്തമായി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500 മുതൽ 54,700 വരെയുള്ള സോണിലാണ്. ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,400 മുതൽ 53,000 വരെയുള്ള ലെവലിലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 54,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 55,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉമാണ്.
ഇന്ത്യ വിക്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 12.79 2.57% ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അടുത്തതായി വെള്ളിയാഴ്ചത്തെ FIDA ഡാറ്റയിലേക്കാണ്. ഒരു ഭീകരമായ ബൈയിങ് തന്നെയായിരുന്നു FIAs വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 14,064 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 4,427 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്യുകയാണ് ഉണ്ടായത്. എമർജിംഗ് മാർക്കറ്റുകളിൽ അവരുടെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. US മാർക്കറ്റിലേക്ക് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വെട്ടിക്കുറച്ചതിനാൽ മുൻ സെഷനുകളിലെ ശക്തമായ റാലിക്ക് ശേഷം നിക്ഷേപകർ ആ ശക്തമായ ബൈയിങ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു മിക്സഡായ അവസ്ഥയിലാണ് വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.09% ഉയർന്നു. S&P 500 0.19% ഇടിയുകയും നാസ്ഡാക്ക് 0.36% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം തന്നെ 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞത് വലിയ പോസിറ്റിവിറ്റി തന്നെയാണ് US മാർക്കറ്റുകൾക്ക് നൽകിയത്. ഇതിന് വിഭിന്നമായ ഒരു അഭിപ്രായം പറഞ്ഞത് ഗവർണറായ മൈക്കിൾ ബൗമാൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചെറിയ റേറ്റ് കട്ടാണ് നല്ലത് എന്ന് തന്നെയായിരുന്നു. ഇനി നമ്മളേവരും ഉറ്റുനോക്കുന്നത് നവംബറിൽ ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഉണ്ട്. അതിൽ എത്ര ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ്. 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് CME ഫെഡ് വാച്ച് ടൂളും കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച S&P 500 1.36% ഉയർന്നു. നാസ്ഡാക്ക് 1.49%, ഡൗ ജോൺസ് 1.62% ഉയർന്നു. സെക്ടറുകളിൽ S&P 500 യൂട്ടിലിറ്റീസ് ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 2.69% ഉയർന്ന് റെക്കോർഡ് ഹൈയും ടച്ച് ചെയ്തിരുന്നു. ഏതായാലും ഇനി വരാനിരിക്കുന്ന ഡാറ്റകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.77% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.95% ഉയർന്നു. HDFC ബാങ്ക് 1.44% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 0.24%, റിലയൻസ് ഇൻഡസ്ട്രീസ് 0.32% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിൽ ഡൗ ജോൺസ് 0.08% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.20% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 1.19% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.49% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.51% ഇടിഞ്ഞു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 ഇടിഞ്ഞത് 1.45% വ്യാഴാഴ്ചയാണ് UK-യിൽ നിന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നത്. കൂടാതെ നോർവേയിൽ നിന്നും നോർജിയസ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും പുറത്തു വന്നിരുന്നു. രണ്ട് സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയില്ല. വെള്ളിയാഴ്ച യൂറോപ്പിൽ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. 3% ഇടിഞ്ഞിരുന്നു. മൈനിങ് സ്റ്റോക്കുകൾ 2.6% ഇടിവുമുണ്ടാക്കി. മെഴ്സിഡസ് കാറുകൾ 8% ഇടിവ് രേഖപ്പെടുത്തിയതോടെ ഓട്ടോ സ്റ്റോക്കുകൾ 3.6% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ശക്തമായ നിലയിൽ തന്നെയാണ്. ഡാക്സ് 0.52% നേട്ടത്തിലും, CAC 0.42% നേട്ടത്തിലും, FTSE 0.45% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഏഷ്യ പസഫിക് വിപണികൾ ഇന്ന് മിക്സഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ 2 ദിവസത്തെ പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ തന്നെയാണ് ഫോക്കസിലുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,873 എന്ന നിലയിലാണ്. 32 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റിൽ 100-ലേറെ പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് വെള്ളിയാഴ്ച എണ്ണവില താഴ്ന്നാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നേട്ടത്തിലായിരുന്നു ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഇന്ന് രാവിലെ $73 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. $73.94 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.34% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $71.25 പെർ ബാരൽ എന്ന നിലയിൽ 0.35% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളതും. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.